ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ സിവിൽ സപ്ലൈസ്. നെല്ല് ഏറ്റെടുക്കേണ്ട മില്ലുകാർ ആവശ്യപ്പെടുന്നതാകട്ടെ ക്വിന്റലിന് 14 കിലോ കിഴിവ്. പ്രതിസന്ധിയിലായ കർഷകർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയുമാണ്. ടൺ കണക്കിന് നെല്ലാണ് പാടശേഖരങ്ങൾക്കരികിൽ കെട്ടിക്കിടക്കുന്നത്. ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പൂന്തുരം പാടശേഖരത്ത് കഴിഞ്ഞ 13-ന് വിളവെടുപ്പ് ആരംഭിച്ചതാണ്. കൊയ്ത നെല്ല് പാടത്തും റോഡിലുമായി കൂട്ടിയിട്ട് മില്ലുകാരെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയാകുന്നു. നെല്ല് പരിശോധിക്കാൻ പോലും വരാതെ മില്ലുകാർ ആവശ്യപ്പെട്ടത് ക്വിന്റലിന് 14 കിലോ കിഴിവാണ്. അതായത് 100 കിലോ നെല്ല് നൽകിയാൽ 86 കിലോയായേ പരിഗണിക്കൂ. ഈ കിഴിവ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെല്ലാണോ ചീത്ത നെല്ലാണോ നോക്കിയിട്ട് വേണം കിഴിവ് പറയാൻ. പക്ഷേ ഇപ്പം വരുന്ന മില്ലുകാരൊന്നും അങ്ങനല്ല. നെല്ല് എന്താണെന്ന് പോലും അറിയാതെ അവരവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് 14 കിലോ കിഴിവ്. നെല്ല് മോശമാണെങ്കിൽ ഇവർ പറയുന്ന 14 അല്ല 20 കിലോ കിഴിവ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ നെല്ലെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഇവിടെ വിത്തിന് കയറി പോണത്. വിത്തിന് കയറി പോണ നെല്ലെന്ന് പറയാൻ നല്ല ക്വാളിറ്റിയുള്ള നെല്ലൊന്നും വിത്തിന് കയറി പോകത്തില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ കൃഷിച്ചിലവ് ഇരട്ടിയോളം വർദ്ധിച്ചപ്പോൾ നെല്ലിന്റെ വില 1 പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കിഴിവെന്ന പേരിലെ ചൂഷണം. PRS മുഖാന്തരം നെല്ല് വില തരുന്നത് അതിൽ 3 മാസം കഴിഞ്ഞാണ് കിട്ടുന്നത്. എങ്കിലും നമ്മൾ കർഷകൻ വേറൊരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ അത് സിവിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട്. നെല്ല് 13-ാം തീയതി കൊയ്ത നെല്ലാണ്. ഇത്ര ദിവസമായി കാലവർഷം ശക്തമായി നെല്ലൊന്നും മറിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. നെല്ല് മൊത്തം കിളുത്തിരിക്കുകയാണ്. ആടി മുഴുവൻ കിളുത്തിരിക്കുകയാണ്. ഈ 1 ഏക്കർ നിലക്കാരനാണേലും അവനൊരു 4 പേരെ നിർത്തിയാൽ ആ നെല്ല് വീണ്ടും മറിച്ച് കൊണ്ടുവരും. അവന് എത്ര രൂപ കൂലി ചിലവാകുന്നുണ്ട്? ഇത് കൊടുത്താൽ എത്ര രൂപ കിട്ടും? അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചൂഷണം കൂടെ നടക്കുന്നത്. ഓരോ ദിവസവും നെല്ല് തിരിച്ചും മറിച്ചുമിട്ട് ഉണക്കി വിത്തിൻ്റെ ഭാഗമായി. എന്നാൽ മഴ കനത്താൽ ഈർപ്പം പിടിച്ച് നെല്ല് കിളിർത്തു പോകാനും ഇടയാകും. കർഷകർ നേരിടുന്ന പ്രതിസന്ധി കൃഷിമന്ത്രിയെ അടക്കം ധരിപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടിക്കാണ് കർഷകർ തയ്യാറാകുന്നത്. കൂട്ടിന് കർഷക തൊഴിലാളികളും ഉണ്ട്. കർഷകരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്തിനാണ് ഇങ്ങനെ ഇന്നേ വരെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഒറ്റ ഇവിടെ വരെ വന്നിട്ടില്ല. പക്ഷേ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഈ കർഷകരുടെ നിന്ന് വേതനം മേടിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അത് ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ റഷ്യയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കണക്ക് ഉള്ള സംഭവം ഉണ്ടാവും. പിടിച്ചുപറിയും കൊള്ളയും കൊലക്കെ. ഇത് നാളെയെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ റോഡ് നിരത്തിയിരിക്കും. ഒറ്റ വണ്ടി കിഴക്കോട്ട് പോകത്തില്ല. അതിൽ തർക്കമൊന്നുമില്ല. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.